ഇക്കായും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു 1 അവറാണ് എൻ്റെ മീ ടൈം. എനിക്കിഷ്ടമുള്ള ബുക്ക് വായിക്കുന്നതും സ്കിൻ കെയർ ചെയ്യുന്നതും ജേർണൽ ചെയ്യുന്നതൊക്കെ ആ ടൈമിലാണ്. അതിനുശേഷം ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങും. പക്ഷേ ഇന്ന് എനിക്കൊന്ന് വെളിയിൽ പോകണം, അതുകൊണ്ട് ഉറക്കം ഇന്ന് നടക്കത്തില്ല. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നാളെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, പിന്നെ വാലന്റൈൻസ് ഡേ കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇക്കയ്ക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോകണം. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി വന്നു. ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ലുലുവിലേക്ക് വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടിം ഹോട്ടൻസിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് എല്ലാം എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിൽ പോകണം. നൈലാജ് സ്കൂളിൽ നേരത്തെ വരും, അപ്പോൾ അതിന് മുന്നേ വീട്ടിലെത്തണം. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫ്രഞ്ച് വെനിലയും ഒരു ക്രീം ചീസ് ഫില്ലിങ് വരുന്ന ബേഗിളോ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇക്കയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നത് പലപ്പോഴായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക എനിക്ക് അങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും തരാറൊന്നുമില്ല. എനിക്ക് ഓൾറെഡി എന്താ വേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ട് എനിക്കെല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇക്കയ്ക്ക് ഒരു ഷൂ ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്ക വേറെ ഗിഫ്റ്റ് എന്തെങ്കിലും ഞാൻ കൊടുക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആദ്യം ആപ്പിളിൻ്റെ കൗണ്ടറിലേക്കാണ് വന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഒരു ഇയർബഡ് വാങ്ങിക്കണമായിരുന്നു. ഫസ്റ്റത്തെ ഗിഫ്റ്റ് അതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇവിടെ റമലാൻ സെയിലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റമലാൻ ഡിക്കോ സാധനങ്ങൾ, പിന്നെ റമലാൻ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഈ റൂ ഹഫ്സ പോലെയുള്ള, അതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചോക്ലേറ്റ് എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നു. പക്ഷേ അതിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. ലുലുവിന് വെളിയിലുള്ള ഒരു പെർഫ്യൂം മിക്സിംഗ് ഷോപ്പായത്. കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു കൊളീഗിൻ്റെ പെർഫ്യൂമിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തതാന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ആ സെയിം ഫ്രാഗ്രൻസ് തന്നെ ഇവിടുന്ന് വാങ്ങി. ഇവിടെ നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഓയിലും ആൽക്കഹോൾ കുറച്ചിട്ട് ഓയിൽ കണ്ടന്റ് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് തരും. അതിനുശേഷം ഞാൻ ജിയോഡാനിലേക്ക് വന്നു. എനിക്ക് ഇക്കയ്ക്ക് ഒരു വൈറ്റ് ഷർട്ട് എടുക്കണമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി വൈറ്റ് ഷർട്ട് ഇല്ല, എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്നെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് സമയമില്ല, ബിസിയാന്നൊക്കെ പറഞ്ഞ് ഞാനത് ഉഴപ്പി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് 2 ഷർട്ട് ഇഷ്ടപ്പെട്ടു. ആ 2 ഷർട്ടും ഞാൻ വാങ്ങി. അതിനുശേഷം ഞാൻ ബാത്ത് ആൻഡ് ബോഡി പ്രൊഡക്ട്സ് വെക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് പോയത്. ഇക്കയ്ക്ക് ഈ ബാത്ത് ആൻഡ് ബോഡി പ്രൊഡക്ട്സ്, ഈ ബോഡി സ്ക്രബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബോഡി സ്ക്രബ് വാങ്ങിക്കാനായിട്ടാണ് വന്നത്. പക്ഷെ അത് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഞാനൊരു ബോഡി മിസ്റ്റും ഷവർ ജെല്ലൊക്കെ വാങ്ങി. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് വീട്ടിലേക്ക് വന്നു. നൈലാജി വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വൈകുന്നേരം കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യണം, മിക്ക വരുന്നതിന് മുന്നേ അറേഞ്ച് ചെയ്യണം. ഞാൻ വീട്ടിലെത്തിയ അതേ ടൈമിൽ തന്നെ നൈലാജി എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരത്തെ പരിപാടിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.